അച്ഛനെ വണ്ടിക്കല്ല കയറിയത്. പിന്നെ ചക്കിന് വെച്ച ചെക്കിന് കൊണ്ടു എന്ന് വെച്ചാ ഒന്ന് വെച്ചാ രണ്ട് കിട്ടും. രണ്ടല്ല, ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും. ബ്രദേഴ്സ്, അറ്റ്മോസ്ഫിയർ ശരിയല്ല. എന്താ പ്രശ്നം? ഒന്നും അറിയില്ല അല്ലേ? നോക്കി കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞങ്ങൾ എന്തിനാ ആശുപത്രി കൊണ്ടുപോകണം? വലിയാടാ എന്തിനു കൊണ്ടുപോകണം? ഈ ഒക്കെ റോഡിലൂടെ ചാണകൂട്ട് നടന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം തോന്നിയതാ. ചാണകത്തിൽ അള്ളു വെച്ച് ഞങ്ങളല്ല. അത് ഏതെങ്കിലും കാള അള്ളു തിന്നിട്ട് അപ്പിയിട്ടതായിരിക്കും. കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷറക്കിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. നിങ്ങൾ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മലയാളത്തിൽ പറയണം. നോക്കൂ സഹോദരങ്ങളെ, ഈ പുള്ളയുടെ കാലിൽ കയറിയ ആള് തള്ളയാണ് സത്യം. ഉള്ളത് പറയാമല്ലോ, ഞങ്ങൾ ഉത്തരവാദികളല്ല. പിന്നെ ഇത്രയും പൊതുജനങ്ങളുടെ ശക്തമായ വികാരത്തെ മാനിച്ച് സാമൂഹികവും സാംസ്കാരികപരവും മനുഷ്യത്വപരമായ ഒരു ക്രയ വിക്രയ പ്രക്രിയയിലൂടെ കൊച്ചിനെ ആശുപത്രിയിൽ എത്തിക്കടാ. ഉള്ളേമൊക്കെ ജീപ്പിലിട്. മോൻ നേരത്തെ ഐസ്ക്രീം തിന്നില്ലയോ? 10 രൂപയോ? പോണ വഴിക്ക് അള്ളുണ്ട എള്ളുണ്ട വാങ്ങിച്ചു തന്നു. മുറിവുണങ്ങാൻ എള്ളു ശർക്കര നല്ലതാ. പോ. അവൻ എങ്ങനെ നടക്കാനാ? മോനെ അങ്ങോട്ട് ഇറങ്ങി വെക്ക്. ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് വരാം. അതെ, അതിന് ഞാൻ എങ്ങോട്ട് പോവാനാ? ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ പോവല്ലേ? മോനെ, ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ തമാശ പറയല്ലേ. കൂമ്പോടിപ്പോ ഞാൻ തമാശയല്ല, കാര്യമാ പറഞ്ഞേ. എന്താ നിന്റെ ഭാവം? അങ്ങനെ മര്യാദയ്ക്ക് ഇറങ്ങണം. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ചെറുക്കാൻ നിന്റെ ആശുപത്രി അള്ളു വെച്ച് ഈ ചെറുക്കൻ അള്ളു മാതിരി അള്ളി പിടിച്ചിരിക്കാനുള്ള ഊരിക്കളയാൻ എന്താണ് ഒരു മാർഗം? ഐഡിയ. നമുക്ക് 4 പേർക്ക് ഒരു പോലീസ് കേസ് ഉണ്ടാക്കി ജയിലിൽ പോയാലോ? അപ്പൊ ചെറുക്കൻ പുറത്ത്, നമ്മൾ 4 പേര് അകത്ത്. നമുക്കൊരു കേസ് ഉണ്ടാക്കാമല്ല. കേസ് നിന്നെ ഇങ്ങനെ തല്ലി കൊല്ലാടാ കഴുത. അച്ഛനെ ഒരു ഉഗ്രൻ ഐഡിയ. നമുക്കൊരു ഷക്കീലപ്പുറത്തിന് പോയാലോ? ഇതാണ് അതെ, തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ചെറുക്കനെ തിയേറ്റർ പുറത്തു നിർത്തുന്നു, നമ്മൾ രക്ഷപ്പെടുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു ഐഡിയ ഞാൻ എന്റെ ലൈഫിൽ കേട്ടിട്ടില്ല. ഒരു ഐഡിയ എന്നിട്ട് വേണം എന്നെ കളിയാക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ഈ ചെക്കനെ പുറത്ത് കളയാൻ എന്താണ് ഒരു വഴി? വഴി ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഒന്ന് വേഗം പറയോ. മണ്ടൂസുകളായ നിങ്ങളോട് കഴിഞ്ഞാ എന്റെ ജീവിതം പാഴാവും. അതുകൊണ്ട് ഞാൻ തന്നെ പോയേക്കാം എന്ന് ഞാൻ പറയുന്ന കരുതണ്ട ബ്രദർ. അല്ല, ബുദ്ധിയില്ലാത്തവരായ ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരുത്തരെങ്കിലും വേണമല്ലോ. യു ആർ അപ്പോയിന്റഡ്. ഞങ്ങളുടെ ജോലി എന്താണെന്ന് അറിയാമോ? അറിയാലോ. വെരി ഗുഡ്. ഐസ്ക്രീം അല്ല, ചാണകം ഉണ്ടാ. ഇതെന്താണെന്ന് അറിയാമോ? ആ, എന്റെ കാലിക്കുത്തിയ സൂത്രം. ഈ അള്ളുണ്ടാ റോഡിന്റെ ഒത്ത മധ്യത്തിൽ വെക്കാം. വല്ല വണ്ടിയും വന്ന് കേറുമ്പോ ഞങ്ങൾ ആ വളവിനുണ്ടാവും, വിവരം അറിയിക്കണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മുങ്ങാം. ഡോർമെട്രി പോകാം. ഓക്കേ. ഈ പാതിരാത്രിയിൽ എന്നെ പറഞ്ഞു വിടരുത് ചേട്ടാ. രാജന്റെ കണ്ണിൽ തീ പാറി. വഞ്ചകേ, നീ പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. എന്റെ കഥാപാത്രത്തെ ചവിട്ടി പുറത്താക്കാൻ എനിക്കറിയാം. നിന്നെ ചവിട്ടി പുറത്താക്കുന്ന കാര്യമാണ് പറഞ്ഞത്. മനുഷ്യൻ ഉറങ്ങണം. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണേ. നോവലിസ്റ്റ്. നിനക്ക് പകലിരുന്ന് എഴുതിക്കൂടെ? പകൽ ആമ്പിള്ളേരുടെ നോവല് കുത്തിയിരുന്ന് വായിച്ചിട്ട് വേണ്ടേ അവന് രാത്രിയിൽ ഉണ്ടാക്കാൻ? എഴുതി കൂട്ടിക്കോട്ടേട്ടാ. ഞാൻ ഇതെല്ലാം കൂടി തൂക്കി വിറ്റേ ഒരു ഷഡ്ഡി മേടിക്കാം. തൂക്കാമെന്നാ നിന്റെ അന്ത്യം മരണമായിരിക്കും. കീടനാശിനി എത്തിയെന്ന് തോന്നുന്നു. പോയി തുറന്നുകൂടെ? ഒന്ന് പോയി തുറക്കടാ. ഞാൻ ഉറങ്ങിയിട്ട് 1.5 മണിക്കൂറായി. കേശവേട്ട ഒന്ന് തുറക്ക. കേശവേട്ടാ, വാതിൽ എവിടെ കൊണ്ടുപോവാ? തുറന്നു തരാം. ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കും. ഒന്ന് മിണ്ടായിരിക്കണോ? ഇടോ, തമ്പയം തുറന്നു കൊടുക്ക്. പിന്നെ എനിക്ക് വരെ പണിയുണ്ട്. ഉറക്കം വരാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഞാൻ കണ്ടുപിടിക്കില്ലാന്ന് കരുതിയല്ലേ? ഇത് ഞാനല്ല. പക്ഷേ ഇത് ഞാൻ തന്നെയാണ്. പോയില്ലേ? ചാണകം ഉണ്ടാ ഉണ്ടേം ചെണ്ടയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നെ പറ്റിച്ചിട്ട് മുങ്ങാന്ന് കരുതിയല്ലേ? എങ്ങോട്ടായി പോക്ക്? ഇനി മുതൽ ഞാനിവിടെ ഉണ്ടാവും. ഈശോയെ, ഒരു കണക്കിനെ ഒഴിവാക്കിയത്. ഇനി മരണത്തെ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടി ആലോചിക്കുകയാണല്ലേ? ഏതായി പയ്യൻ? എന്റെ അച്ഛന്റെ അനിയൻ. ഓ, എപ്പ എത്തി? എത്തിയതല്ല, വലിഞ്ഞു കേറിയതാ.
എഴുന്നേക്കടാ അള്ള് അല്ലെ നാളെ വെക്കാത്ത കോപ്പേ ഏതായി കുട്ടി? പഞ്ചർ ബ്രദേഴ്സിന്റെ തിരക്കിട്ട വർക്കിനിടയ്ക്ക് ഇവന്റെ കാലിൽ ഒരു മുള്ളു കയറി. മുള്ളല്ല അള്ള. അതെ അള്ള്. അപ്പൊ തന്നെ ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് പറഞ്ഞു വിട്ടതാ ഇവനെ. ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം സ്ഥലമിടാൻ നോക്ക്. എങ്ങോട്ട്? നിന്റെ വീട്ടിലോട്ട്. എനിക്ക് വീടില്ല. വീട്ടിലെ പോയി ലോണിന് അപേക്ഷിക്കും. അല്ല ഈ 12 വയസ്സായ കുട്ടിക്ക് വീട് വെക്കാൻ ലോൺ കൊടുക്കുവാ സാറേ? അയ്യോ അപ്പൂപ്പ, ഈ രാത്രി ഞാൻ എവിടെ പോവാനാ? കൊച്ചു കുഞ്ഞല്ലേ, ഇന്നത്തേക്ക് ഇവിടെ കിടക്കട്ടെ, നാളെ കാലത്ത് പറഞ്ഞു. താങ്ക് യു അപ്പൂപ്പ. അപ്പൂപ്പൻ. അതെന്റെ കിടക്കാണ്. എടാ കുട്ടിപ്പീശാചേ, നീ താഴെ ഇറങ്ങി കിടക്ക്. നിലത്ത് കിടന്നാലേ എനിക്ക് തണുക്കും. അയ്യോ പിന്നെ ഉറക്കത്തിൽ ചിലപ്പോ ഞാൻ മൂത്രം ഒഴിക്കും. ഭണ്ഡാരമടങ്ങാൻ. അതെ ആ ചെറുക്കൻ മൂത്രം ഒഴിക്കുള്ളു, ഞാനുണ്ടല്ല. മോളെ ഉമേ, ദാ, സത്രത്തിലേക്കുള്ള ചായ. ഞാൻ കൊണ്ട് കൊടുക്കാം. വേണ്ട, നീ പോകണ്ട. മോളെ, ആ പറ്റുകാശിന് തന്നേക്കാൻ പറയും. ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, നാണല്ലാത്തമാരാ. ഞാൻ വേണമെങ്കിൽ പോയി ഇടിച്ചു വാങ്ങിക്കാം. നിന്നെ കൊണ്ട് ഇടിക്കാനല്ലല്ലോ, കഴിക്കാനല്ലേ പറ്റൂ. പൊടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്ന് പോള് നേരത്തെയാണല്ലോ. എല്ലാവരും ഒന്നിച്ച് കിട്ടണമെങ്കിൽ നേരത്തെ വരണം. ഇവിടെ കൃത്യമായി കാശ് തരുന്ന ഒരേ ഒരാൾ അങ്ങള് മാത്രമേ ഉള്ളൂ. ഹലോ, എന്നും ചായ കുടിക്കുന്നുണ്ടല്ലോ, കാശൊന്നും ഇല്ലേ? ജോലി കിട്ടുമ്പോ തരാം. അപ്പൊ പിന്നെ ഈ ജന്മത്തിൽ പ്രതീക്ഷിക്കണ്ട. എടോ കീടം മാഡം, പറ്റൊരുപാടായേ. ഇവിടെ വിഷം മേടിക്കാൻ പോലും കാച്ചില്ല മക്കളെ. പഞ്ചാര അല്പം കൂടുതലാണ്. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി പരിപാടി? നീ എന്റെ മണ്ടക്ക് കീടടിച്ചാണ്ടല്ലോ. എല്ലാവരും കേൾക്കാൻ വേണ്ടി വായിക്കുകയാണേ. എന്തുകൊണ്ട് 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 26 പഞ്ചർ ബ്രദേഴ്സ് 306. മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ലല്ലോ. അവിടെ ഒരു മുടിഞ്ഞ ചായപ്പറ്റ്. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ആ പറ്റിങ്ങി താ. തരാനുള്ള കാശ് പിന്നെ തരാം. ഇപ്പോഴത്തെ ചായയുടെ കാശ് പറ്റിലെഴുതിക്കും. ചേച്ചി, എനിക്കൊരു ചായ. ദേ, ഇതാരാ? ചേട്ടന്റെ മോനാ? പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. കേട്ടോടാ, നീ കാരണം ഈ പെങ്കൊച്ചന്റെ മുമ്പിൽ എന്റെ ഇമേജ് കംപ്ലീറ്റ് പോയില്ലേ. ഇനി ഒരു നിമിഷം കൂടെ കണ്ട ഒരു പിശാച് ഒന്ന് പോയി താ കൊച്ചെ. ഞാൻ പൊക്കോളാം. നീ കൊച്ചേ, കയ്യിലെ കാശ് വായിലെ ദോശ, അതുകൊണ്ട് ആർക്കും കടം കൊടുക്കരുത്. എന്താ നിന്റെ ഉദ്ദേശം? പച്ച പാതിരയല്ലേ, കൊച്ചു കുട്ടിയല്ലേ എന്ന് കരുതിയാണ് ഇന്നലെ ഇവിടെ കയറ്റിക്കെടുത്തിയത്. ഇനി ഇവിടെ തന്നെ കൂടാൻ നോക്കണ്ട. എന്തിനാ ഞങ്ങൾക്കൊരു ഭാരമായി മാറുന്നു? നിന്റെ ഊരും പേരും പറ, ഞാൻ അവിടെ കൊണ്ടാക്കാം. എടാ, നിന്നോടാ ചോദിച്ചേ? ഞാൻ അനാഥന. അന്ന് നിന്നോടൊപ്പം കണ്ട ഹിടുമ്പനി ഹിടുമ്പിയും അവരെന്റെ ആരുമല്ല. പോകാൻ വേറെ ഇടയില്ലഞ്ഞിട്ടാ ഞാൻ അവരുടെ കൂടെ കൂടി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അനാഥനാണെന്ന് നീ പറഞ്ഞ സത്യമാണോ? ആരും ഇല്ലാത്തവർക്ക് എല്ലാവരും ഉണ്ടാവുന്ന ഒരു കാലം വരുമ്പോൾ അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, അനിയൻ, അനിയത്തി, അങ്ങനെ എല്ലാവരും. മോനൊരിടത്തും പോണ്ട.